ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാർ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വിശുദ്ധ ഉയർപ്പ് പെരുന്നാളിന് ശേഷം നാം ഒരിക്കലൂടെ ഇവിടെ പരിശുദ്ധ ദേവാലയത്തിൽ വന്നുകൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗൗരീസദായൊക്കെ ഓർക്കുന്നതായ കാലഘട്ടം, വിശുദ്ധരെ ഓർക്കുന്നതായ വായനഭാഗത്തിൽ നിന്നാണ് ഇന്ന് വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ 17-ാം അധ്യായം 13 തൊട്ട് 26 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് വായിച്ചത്. അതായത് കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് പ്രധാന വിഷയം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നല്ല, എന്താണ് പ്രാർത്ഥന എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. സ്വർഗത്തിലേക്ക് നോക്കി ഞാനും നിങ്ങളും പറയുന്നതാണ് പ്രാർത്ഥന. ആ പറയുന്ന കാര്യങ്ങൾ, മക്കൾ അപ്പനോട് കള്ളം പറഞ്ഞാൽ, അപ്പനോട് അപഖ്യാതി പറഞ്ഞാൽ അത് അപ്പന്മാർ സമ്മതിക്കില്ലല്ലോ ലോകപ്രകാരം. അതുപോലെ തന്നെ സ്വർഗീയ പിതാവിനോടും നമ്മൾ പറയുന്നത് സൂക്ഷിച്ചാവണം. പ്രാർത്ഥനയായാലും എന്തു തന്നെയായാലും പ്രാർത്ഥന നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ടതാണ്. ഇത് പറയുന്നതിൻ്റെ ചുറ്റുവട്ടം നമ്മൾ ആലോചിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ 13:30 കാണുന്നു. 27-ാം വാക്യത്തിലുണ്ട്, യൂദ അപ്പഗണ്ണം വാങ്ങി. ആദ്യമായിട്ട് കർത്താവ് ചാറിൽ മുക്കിക്കൊടുക്കുന്ന യോധയ്ക്കാണ്. അത്രമാത്രം സ്ഥാനമഹിമയുള്ള ആളായിരുന്നു. യൂദയെക്കുറിച്ച് 30-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ അപ്പം കണ്ണം വാങ്ങിയ ഉടനെ ഇറങ്ങിപ്പോയി അന്ധകാരത്തിലേക്ക് എന്നാണ്. സാത്താൻ അവളിൽ കുടിയേറിയതായിട്ട് അവിടെ പറയുന്നുണ്ട്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ശരിയായ ശ്രദ്ധയോടും ഒരുക്കത്തോടും കുർബാന അനുഭവിക്കാതിരുന്നാൽ വരുന്ന കുഴപ്പമാണ്. യൂദ ആ പരിശുദ്ധ കൈകളിൽ നിന്ന് വാങ്ങിച്ച് അനുഭവിച്ചതായ ആ അപ്പം, കുർബാനയപ്പം, അതവന് ശിക്ഷയ്ക്കായി തീർന്നു. റിയാക്ഷൻ, ഡോക്ടേഴ്സിൻ്റെ ഭാര്യയെ പറഞ്ഞാൽ റിയാക്ഷൻ. അതുകൊണ്ട് കുർബാന അനുഭവിക്കുന്നവരും കുർബാന അർപ്പിക്കുന്നവരും കുർബാനയിൽ സംബന്ധിക്കുന്നവരും ഓർത്തിരിക്കേണ്ടതായ ഒരു വലിയ കാര്യം. അനുഭവിക്കുന്നവർ മാത്രമല്ല, ഈ കുപ്പായിട്ട് ഇത് അർപ്പിക്കുന്നവർ, ഞാനടക്കമുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. ശരിയായ ഒരുക്കത്തോടെ കുർബാന അനുഭവിക്കാതിരുന്നാൽ നേരെ വിപരീത അർത്ഥമാണ് ഉണ്ടാകുന്നതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കുക. യൂദയിൽ സാത്താൻ കയറി തപ്പാണ്. അത് കഴിഞ്ഞിട്ട് 11 പേരോട് പറയുന്നതാണ് അതിനുശേഷമുള്ള അധ്യായവും. 14, 15, 16 അധ്യായങ്ങളും അതിനുശേഷം തൻ്റെ 11 പേർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. അവിടെയാണ് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പ്രാർത്ഥനയാണ്. ഞാനും നിങ്ങളും എൻ്റെ കർത്താവിനോട് പറയുന്നതാണ്. എഴുതപ്പെട്ട പ്രാർത്ഥന പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതില്ലാതായാൽ ഒരു കോമൺ പ്രാർത്ഥന ഇല്ലാതാവും. എല്ലാവരും പൊതുപ്രാർത്ഥന ചൊല്ലണ അവരവരുടെ വായിൽ തോന്നുന്നത് ചൊല്ലിയാൽ പൊതുപ്രാർത്ഥനയായില്ല. രഹസ്യ പ്രാർത്ഥനകൾ നമുക്കുണ്ട്, നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട്. അത് രഹസ്യമാണ്. ഈ പ്രാർത്ഥനകളെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എടുത്താൽ ഈ വിശുദ്ധ യോഹന്നാൻ 17-ാം അധ്യായവും കർത്തൃപ്രാർത്ഥനയുടെ സ്കെയിലിലാണ് പിതാക്കന്മാർ നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ ഒരുക്കത്തിനും ധ്യാനത്തിനുമായിട്ട്. അത് നാം ഓർക്കുക. അടുത്തതായിട്ട് നാം അവിടെ കാണുന്നത്, അവിടെ 3 കാര്യങ്ങൾ കർത്താവ് പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടതായി പറയുന്നുണ്ട്. 2-3 വാക്യങ്ങളിൽ പറയുന്നു, പിതാവേ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടേണ്ട പുത്രനെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണമായിരിക്കണം ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, നിൻ്റെ നാമം കർത്താവിൻ്റെ നാമം വിശുദ്ധമായി എപ്പോഴും. അത് ഞാനും നിങ്ങളും പറഞ്ഞ് വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് അശുദ്ധമാകാതിരിക്കാൻ ഞാനും നിങ്ങളുമാണ് ശ്രദ്ധിക്കേണ്ടത്.
നിങ്ങൾക്കറിയാം, ചില മക്കൾ നിമിത്തം പേരും പെരുമയുള്ള അപ്പന്മാരും അമ്മമാരും തലകുനിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഒരു സന്തതി ഉണ്ടായല്ലോ എന്ന് നാട്ടുകാർ പറയുന്നത്. എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനി എന്ന പേരുമായി നടക്കുന്ന ഞാനും നിങ്ങളും ദൈവനാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം പറയുകയും പ്രവർത്തിക്കുകയും അസത്യവും കള്ളവും കള്ളപ്രചരണം നടത്തുമ്പോൾ ദൈവനാമത്തിന് വിരുദ്ധമായി കളങ്കമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പുത്രനെ വിശുദ്ധീകരിക്കണമേ. രണ്ടാമത് വീണ്ടും അവിടെ 15-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമെന്നാണ്. അത് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയുണ്ട്. ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ തെറ്റിലേക്ക് വീഴാം, പൈശാചിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാം, പൈശാചികമായ നമ്മളുമേലുള്ള ആധിപത്യവും അക്രമവും ഉണ്ടാകാം. അതിൽ നിന്ന് രക്ഷ. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ പതിര് പോലെ പാറ്റേണ്ടത് എന്നോട് ചോദിച്ചു, ഞാൻ അനുവാദം കൊടുത്തില്ല നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. നാം ദൈവത്തോട് അടുത്ത് വരികയും ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിക്കുകയും പൈശാചികമായ പരീക്ഷണങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ. പരീക്ഷണങ്ങളില്ല എന്ന് പറയാവുന്നത് തെറ്റാണ്. പരീക്ഷണങ്ങൾ നമുക്ക് സമൃദ്ധിയായിട്ടുണ്ടാവും. ദൈവത്തോട് അടുക്കുമ്പോൾ കൂടുതൽ പരീക്ഷകൾ വരുമ്പോൾ ദൈവത്തോടെ അടുത്ത് ചേർന്ന് നിൽക്കുവാനും എൻ്റെ ദൈവം എനിക്ക് സർവ്വത്തിനും മതിയായവനാന്നുള്ള ബോധ്യത്തോടെ നിൽക്കണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്നു, പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രം, 20-ാം വാക്യം, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതായത് ക്രൂശിലെ ബലിക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. വീട്ടിൽ പോയി കർത്താവിൻ്റെ വചനപ്രകാരമാണോ ജീവിക്കുന്നത് ആണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഞാനുമുണ്ട്, ആ പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരുമുണ്ട്, ഇല്ലാതെ ചേരുകയില്ല. അതറിയണമെങ്കിൽ സഭ എന്ന ഗാത്രത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ പറഞ്ഞ ഭാഗത്ത് 15-ാം അധ്യായത്തിൽ മുന്തിരി എന്ന് പറയുന്ന മുന്തിരിയെക്കുറിച്ചും മുന്തിരി വള്ളിയെക്കുറിച്ചും പറയുന്നു. സഭാഗാത്രത്തെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിക്കുന്നവർ അധികം ഫലം കായ്ക്കും, വസിക്കാത്തവർ ഒരു ചുള്ളിക്കൊമ്പ് പോലെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെട്ടിപിടിപ്പാക്കുന്നു. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ വിശുദ്ധന്മാരെല്ലാം അതിലാണ്. ഒരിക്കൽ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനോട് ചോദിച്ചു, കർത്താവിനെ ഓർക്കുമ്പോൾ അതല്ലേ ആവശ്യം, എന്തിനാണ് വിശുദ്ധന്മാരെ പ്രത്യേകിച്ച് ഓർക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ അർത്ഥവത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശരീരത്തിലെ അംശികളാണല്ലോ. വിശുദ്ധന്മാർ അവിടെ ശ്രേഷ്ഠമായ അവയവമാണ്. വിശുദ്ധന്മാരെ സ്മരിക്കുമ്പോൾ, വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ കർത്താവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ഒരു കൈയെ മാത്രമല്ലല്ലോ നിങ്ങൾ, എൻ്റെ കൈ മുത്തിയാൽ, ആരെങ്കിലും മുത്തിയാൽ എന്നെ ആ മെത്രാപ്പൊലീത്തായോടുള്ള ആദരവാണ് കർത്തൃനാമത്തിൽ തരുന്നത്. അല്ലാതെ ഈ കൈയോടും വിരലിനോടും മാത്രമല്ല ബഹുമാനമല്ലത്. അപ്പം കർത്താവിൻ്റെ വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ അത് കർത്താവിനോട് ചെയ്യുന്നതാണ്. നമുക്ക് പലപ്പോഴും ഓരോ ഓർമ്മയുണ്ട്, നമ്മൾ പ്രഖ്യാപിച്ചവർ മാത്രമേ വിശുദ്ധന്മാർ, അല്ലാതെ എത്രയോ വിശുദ്ധന്മാർ കടന്നു പോയിരിക്കുന്നു, അപ്പച്ചന്മാരും അമ്മീച്ചന്മാരും. അവരുടെ വിശുദ്ധിക്കൊത്തവണ്ണം ജീവിപ്പാൻ ഞാനും നിങ്ങളും ആ വിശുദ്ധ വിളിക്കും. ഇവിടെ പറയുന്നുണ്ട്, വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനും നീയും വിശുദ്ധനായിരിക്കുന്ന പോലെ ഇവരും വിശുദ്ധരാകുവാൻ, ഇവരും എന്നിൽ ഒന്നാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ എന്ന് പറയുന്നു. ദൈവത്തിൽ ഒന്നാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും യോഗ്യരാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.